കഴിഞ്ഞ ഒരാഴ്ചത്തെ എൻ്റെ ട്രിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് Insta360X4 എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറ ആയിരുന്നു. 8Kയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. നോർമലി 8K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്യാമറ പോലെയല്ല, ഇത് 360 ചുറ്റുഭാഗത്ത് നമ്മൾ ഷൂട്ട് ചെയ്യണതുകൊണ്ട് തന്നെ 8Kയിൽ ഷൂട്ട് ചെയ്താലാണ് നമ്മളൊരു വീഡിയോ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊരു നോർമൽ വീഡിയോ ആക്കുന്ന സമയത്ത് നമുക്കൊരു 4K ഒക്കെ റെസൊല്യൂഷൻ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ Insta360 ക്യാമറകളൊക്കെ ഏറ്റവും ബെസ്റ്റ് നമുക്ക് മിനിമം 8K ഉള്ളതെങ്കിലും ചൂസ് ചെയ്യണം. അപ്പോൾ X4 ആണെങ്കിൽ നമുക്ക് 8K നമുക്ക് 30 ഫ്രെയിംസിലും 20 ഫ്രെയിംസിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആക്ഷൻ ക്യാമറ എന്ന് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുള്ളത്. ആക്ഷൻ ക്യാമറ മാത്രമല്ല, നോർമൽ നമുക്ക് വ്ളോഗിങ് ആവശ്യത്തിന് ഉപയോഗിക്കാം, ആക്ഷൻ ക്യാമറ ആയിട്ട് ഉപയോഗിക്കാം, ഒരുപാട് യൂസേജിന് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ ശരിക്കും ബോട്ട് ട്രിപ്പ് പോയപ്പോഴും അതുപോലെ ജെറ്റ് സ്കൈ ഓടിച്ച സമയത്തും ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് ഈവൻ അണ്ടർ വാട്ടർ 10 മീറ്റർ വരെ അണ്ടർ വാട്ടർ പോകാൻ പറ്റുന്നുണ്ട്. അണ്ടർ വാട്ടർ പോകാൻ പറ്റും, നമുക്ക് വെള്ളത്തിലോ കടലിലോ എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു അടിപൊളി ക്യാമറയാണ് Insta360X4. ഇതാണ് Insta360X4. രണ്ട് സൈഡിലും ഇതിന് ഓരോ ക്യാമറയും സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ഡുവൽ ക്യാമറ ഉപയോഗിച്ചിട്ടാണ് 360 ക്യാമറകൾ നോർമലി ഷൂട്ട് ചെയ്യുന്നത്. കാരണം രണ്ട് സൈഡിൽ നിന്നുള്ള വിഷൽ, അതായത് വൈഡ് ആംഗിൾ എടുത്തിട്ട് ആ വിഷൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്കൊരു ശരിക്കും ഒരു സ്പെറിക്കലായിട്ടുള്ള നമുക്ക് ചുറ്റുഭാഗമുള്ളൊരു ഇമേജ് ആയിട്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ നമ്മൾ ആപ്പൊക്കെ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ക്രോപ്പ് ചെയ്തിട്ടും സൂം ചെയ്തിട്ടും അതിൽ നമുക്ക് ആനിമേഷൻ ചെയ്തിട്ടൊക്കെ നല്ല രസകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണിത്. ഇപ്പോൾ നിങ്ങളിതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കണ്ട വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഞാൻ പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമലി ഒരു ക്യാമറ ആണെങ്കിൽ ക്യാമറ പൊസിഷനോ ഇനി ഈവൻ നമ്മൾ ചെറിയ ആക്ഷൻ ക്യാമറ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മളൊക്കെ പൊസിഷൻ ചെയ്യാനും നമ്മൾ കറക്റ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ കൂടെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഇതുപോലുള്ള ഒരു ഇൻവിസിബിൾ സ്റ്റിക്ക്, ഈ സ്റ്റിക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതെന്താ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇത് വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റിക്ക് നമ്മൾ പിടിച്ചിട്ട് നടക്കുകയാണെങ്കിലും ഈ സ്റ്റിക്ക് ഇൻവിസിബിൾ ആയിരിക്കും. വീഡിയോയിൽ ശരിക്കും നമുക്ക് 360 ആയിട്ടുള്ളൊരു വിഷ്വൽ മാത്രമാണ് കിട്ടുക. അപ്പോൾ ഇതിന് ഗുണം എന്താ വെച്ചാൽ നമ്മൾ എന്ത് ആക്ഷൻ ചെയ്യുകയാണെങ്കിലും നടക്കുകയാണെങ്കിലും നമ്മുടെ കയ്യിൽ ക്യാമറ ഉണ്ടായാൽ മതി. ചുറ്റുപാടും ഷൂട്ട് ചെയ്യണോണ്ട് തന്നെ നമുക്ക് വേറൊരാളെ ഷൂട്ട് ചെയ്യാന്നുള്ള ഫീലിംഗ് ആൾക്കും വരില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. കാരണം 360 ആയതുകൊണ്ട് നമ്മളെ കാണിക്കുന്ന സമയത്ത് നമ്മളെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഭാഗം സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റും. ഇനി ആവശ്യത്തിന് നമുക്ക് പതുക്കെ റോൾ ചെയ്യാൻ പറ്റും, ഫ്രണ്ട് സൈഡ് കാണിക്കാൻ പറ്റും, ഇതൊക്കെ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലം കാണിക്കാൻ പറ്റും. വെറുതെ ഇത് പിടിച്ചിട്ട് നടന്നാൽ മതി. കാരണം വാക്കിംഗ് സ്ട്രീറ്റിൽ പലപ്പോഴും ക്യാമറകൾ അത്രയും അവർ എൻ്റർടൈൻ ചെയ്യാത്ത സ്ഥലമാണ് വാക്കിംഗ് സ്ട്രീറ്റൊക്കെ. വാക്കിംഗ് സ്ട്രീറ്റിൽ വരെ ഞാൻ ഇത് പിടിച്ചിട്ട് നടക്കുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ ഒരു എന്താ പറയുക, ആക്ഷൻ ക്യാമറ നടക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യണുള്ളൂ. പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഇമേജ് എനിക്കിതിൽ കിട്ടി. ഇതിൽ നമുക്ക് വീഡിയോ മാത്രമല്ല ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പറ്റും. 72 മെഗാ പിക്സലുള്ള ഫോട്ടോ. ഞാൻ ഈവൻ ലോ ലൈറ്റിൽ ഒരു മാളിൻ്റെ ഉള്ളിൽ പോയിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നിട്ട് ഞാനത് ശരിക്കും അനിമേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഈ ഫോട്ടോയിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗം ഏതാ വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ചൂസ് ചെയ്യാനോ അല്ലെങ്കിൽ മൊത്തം ഒരു വീഡിയോ പോലെ നമുക്ക് കാണാനോ പറ്റും. നമ്മൾ ഇത് വെച്ചിട്ട് നമ്മൾ വേണമെങ്കിൽ ടൈമർ വെച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മളെ മൊബൈൽ റിമോട്ടാക്കിയിട്ട് നമ്മൾ വെറുതെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 72 മെഗാ പിക്സൽ ഹൈ ക്വാളിറ്റി ഫോട്ടോ ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റൂഫ് വേണമെങ്കിൽ റൂഫ് കിട്ടും, താഴെ കിട്ടും, ഏത് ഭാഗവും നമുക്ക് അടിപൊളി ഫോട്ടോയിൽ നമുക്ക് സൂപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയുള്ള ഒരു ക്യാമറയും കൂടിയാണ്. പിന്നെ ക്യാമറയിലേക്ക് വരികയാണെങ്കിൽ നമ്മളിതിൻ്റെ ലെൻസ് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇതിൽ ഒരുപാട് മൈക്ക് പോയിന്റുകൾ വരുന്നുണ്ട്, മൈക്ക് റിസീവർ പോയിന്റുകൾ വരുന്നുണ്ട്. അതുപോലെ ഇവിടെ വരുന്ന നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് USB-C ആണ് ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ മൈക്ക് നമുക്ക് ഇൻപുട്ട് കൊടുത്തിട്ട് മൈക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ബാറ്ററി വരുന്നത് ഇവിടെയാണ്. ഈ ബാറ്ററി ഉപയോഗിച്ച് നമുക്ക് 135 മിനിറ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അത്രയും പവർഫുൾ ആയിട്ടുള്ള ബാറ്ററിയാണ് വരുന്നത്. മൈക്രോ SD കാർഡ് വരുന്നത് പിന്നെ ഇതിനുള്ളിൽ തന്നെയാണ്. മൈക്രോ SD കാർഡ് നമുക്ക് പ്രസ് ചെയ്തിട്ട് റിലീസ് ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പ്രത്യേകിച്ചും അണ്ടർ വാട്ടറൊക്കെ പോവുകയാണെങ്കിൽ ബാറ്ററി വെച്ച് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ റെഡ് മാർക്ക് പോയിട്ട് കറക്റ്റായിട്ട് താഴ്ന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ താഴെ ഉള്ളിൽ വെള്ളം കയറാൻ സാധ്യത കൂടുതലാണ്. നമുക്ക് നേരിട്ട് ഇത് 10 മീറ്റർ വരെ അണ്ടർ വാട്ടർ പോകാൻ പറ്റും. പിന്നെ അണ്ടർ വാട്ടർ ഞാൻ പോയി നോക്കി, പക്ഷേ ശരിക്കും അണ്ടർ വാട്ടർ പോകണമെങ്കിൽ ഇതുപോലത്തെ 360ക്ക് നമ്മളൊരു അണ്ടർ വാട്ടർ കേസ് ഉപയോഗിച്ചാലാണ് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ മുകളിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഫോക്കസിങ്ങിൽ പ്രശ്നം ഉണ്ടാവും. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ വെറുതെ അണ്ടർ വാട്ടറൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി, നന്നായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് പവർ ബട്ടൺ ഇവിടെ വരുന്നുണ്ട്. ഈ പവർ ബട്ടൺ നമ്മൾ ഒരു പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പവർ ഓൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. 2.5 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീനാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഭാഗത്തുള്ള വിഷ്വൽ നോക്കണമെങ്കിലോ എടുത്ത് വീഡിയോ നോക്കണമെങ്കിലൊക്കെ നമുക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റെസൊല്യൂഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് 8Kയിൽ നമുക്ക് 30 ഫ്രെയിംസ് ഷൂട്ട് ചെയ്യാം, 24 ഫ്രെയിംസും 25 ഫ്രെയിംസും ഷൂട്ട് ചെയ്യാം. പിന്നെ 5.7K എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനും വരുന്നുണ്ട്. അതിൽ നമുക്ക് ഇതുപോലെ 30 ഫ്രെയിംസ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യാൻ പറ്റുക.
5.7K മാത്രമാണെങ്കിൽ നമുക്ക് 60 ഫ്രെയിംസ് വരെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ സ്ലോ മോഷൻ ആക്കാനൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ബോട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ബോട്ടിൻ്റെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ നീട്ടി പിടിച്ചിട്ട് സൈഡിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും. കാരണം നമുക്ക് ഏത് ഭാഗത്തും റെക്കോർഡ് അവിടെ തന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് മേലെ പിടിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് റെക്കോർഡാവും. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്താൽ മതി ഏത് സ്ഥലമാണ് നമുക്ക് വരുന്നതെന്നുള്ളത്. അപ്പോൾ കുറച്ച് ഫ്രണ്ടിൽ ഞാൻ ചൂസ് ചെയ്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് ബാക്കിലേക്ക് കൊടുന്നു. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സ്ലോ മോഷനൊക്കെ ആക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള അടിപൊളി ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് 4K ആണെങ്കിൽ നമുക്ക് 100 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ നോർമലി ഞാൻ ഇതിൽ മിക്കവാറും എല്ലാ ഷൂട്ടിനും യൂസ് ചെയ്തിട്ടുള്ളത് 8K 30 ഫ്രെയിംസ് ആണ്. 8K 30 ഫ്രെയിംസ് ഉപയോഗിച്ച് സ്പീഡ് കൂട്ടാൻ പറ്റും. കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ആപ്പ് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് കുറക്കാനും പറ്റും. പിന്നെ ജെറ്റ് സ്കി അതുപോലുള്ള സാധനങ്ങളും വാട്ടർ സ്പോർട്സൊക്കെ ഉപയോഗിച്ച സമയത്ത് 5K 60 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്ത വീഡിയോകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന വീഡിയോകളൊക്കെ. അപ്പോൾ നമുക്ക് വെള്ളം തെറിക്കണതും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് ഏകദേശം ഇതിൻ്റെ കൂടെ നമുക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു 120 മീറ്ററുള്ള സ്റ്റിക്കാണ് വരുന്നത്. ഈ യാത്രയിൽ ഞാനൊരു 3 മീറ്ററുള്ള സ്റ്റിക്കും കൂടി കൊണ്ടുവരുന്നു. അത് ഉപയോഗിച്ചിട്ടാണ് ബോട്ടിൻ്റെ ബാക്കിലിരുന്നിട്ട് ഞാൻ ശരിക്കും എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞപ്പോഴാണ് ബോട്ട് ഇതുപോലുള്ളൊരു എഫക്റ്റ്. അതായത് നമ്മൾ ആ ബോട്ടിൻ്റെ ബാക്കിൽ നമ്മളൊരു ക്യാമറയായിട്ട് എങ്ങനെയാണ് പോകുന്നത് അല്ലെങ്കിൽ ഡ്രോൺ എങ്ങനെയാണ് ചേസ് ചെയ്യുന്നത് അതുപോലുള്ള വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് 3 മീറ്റർ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ബാക്കിൽ പിടിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലത്തെ ഷോട്ട് കിട്ടുന്നത്. അതുപോലെ നമുക്ക് ടൈനി പ്ലാനറ്റ് എന്നുള്ള എഫക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ മേലേക്ക് പിടിച്ച് കഴിഞ്ഞാൽ എഡിറ്റിങ്ങിൽ ടൈനി പ്ലാനറ്റ് ഉണ്ടാക്കാം. അതായത് നമ്മൾ വീഡിയോ നല്ല രസകരമായിട്ട് ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റിയ രീതിയിലുള്ള ആനിമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ക്യാമറയിൽ ഓപ്ഷൻസ്ക്ക് പോകണമെങ്കിൽ നമുക്ക് ഇവിടെ ക്വിക്ക് മോഡ് എന്ന് പറഞ്ഞിട്ടൊരു മോഡ് കിട്ടും. ഈ മോഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം എന്താണ് ക്വിക്ക് മോഡിൽ വെച്ചാൽ നമുക്ക് ഇവിടെ അസൈൻ ചെയ്യാൻ പറ്റും. അതിൽ നോർമലി മോട്ടോർ സൈക്ലിംഗ് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. അതിൽ ക്വിക്ക് മോഡിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. മോട്ടോർ സൈക്ലിംഗ് ഉണ്ട്, അതുപോലെ സ്കീയിങ് എന്ന് പറഞ്ഞിട്ട് സാധനം വരുന്നുണ്ട്, വാക്കിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള സെറ്റപ്പ് നമുക്ക് ഇതിൽ ഓൾറെഡി കമ്പനി ആക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അതിൽ പോയിട്ട് നമ്മൾ സ്കീയിങ് ആണോ മോട്ടോർ സൈക്ലിംഗ് ആണോ സ്വിമ്മിംഗ് ആണോ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള രീതിയിൽ എക്സ്പോഷർ കൂട്ടിയിട്ടും കുറച്ചിട്ടും അതുപോലെ ഫ്രെയിം റേറ്റും ഒക്കെ കൊടുത്തിട്ട് കമ്പനി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കാണെങ്കിൽ കസ്റ്റമായിട്ട് നമുക്ക് ഇഷ്ടത്തിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നോർമലി ഞാൻ യൂസ് ചെയ്തിരുന്നതിൽ പ്രീ സെറ്റ് ചെയ്ത കാര്യങ്ങളായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ സ്കീയിങ് ഒക്കെ ആണെങ്കിൽ ജെറ്റ് സ്കീൻ്റെ മുകളിലൊക്കെ പോയപ്പോൾ 5.7K 60 ഫ്രെയിംസിൽ ഇത് ഷൂട്ട് ചെയ്തോളൂ. അപ്പോൾ നമ്മൾ പോയിട്ട് ഫ്രെയിം മാറ്റാനോ സെറ്റപ്പ് മാറ്റാനോ ഒന്നും പോകണ്ട. നമ്മൾ വെറുതെ ഇത് ക്വിക്ക് മോഡ് നിൽക്കുക, സെലക്ട് ചെയ്യുക, ഇത്ര മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ഇതിൽ വരുന്ന വേറൊരു ഓപ്ഷൻ നമ്മൾ പറഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കുറേ 360 വരുന്ന കുറേ ഓപ്ഷൻസിലേക്ക് വരും. ഇതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കിട്ടും. എന്നിട്ട് നമുക്ക് ടച്ച് സ്ക്രീൻ സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോക്ക് മാറ്റാൻ പറ്റും. HDR ഫോട്ടോക്ക് മാറ്റാൻ പറ്റും. HDR വീഡിയോ ഉണ്ട്. അതുപോലെ ഇൻ്റർവെൽ ഷൂട്ടുണ്ട്, ബേസ്റ്റ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഷൂട്ട് എടുക്കാൻ പറ്റില്ല, ബേസ്റ്റ് ഷൂട്ടുണ്ട്. പിന്നെ നമുക്ക് വരുന്നത് അതുപോലെ സ്റ്റാർ ലാബ്സ് എടുക്കാൻ പറ്റും. രാത്രി കണ്ട സ്റ്റാറുകളൊക്കെ അങ്ങനെ കറങ്ങി പോകുന്ന പോലെ സ്റ്റാർ ലാബ്സ്, കാറിൽ ഉപയോഗിക്കാൻ പറ്റിയ ഡാഷ് കാം മോഡ് വരുന്നുണ്ട്. അതുപോലെ ലൂപ്പ് റെക്കോർഡിങ്, ബുള്ളറ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമുണ്ട്. ഇതിൻ്റെ ഒരു ഹാൻഡിൽ വാങ്ങാൻ കിട്ടും, ബുള്ളറ്റ് ടൈം ഹാൻഡിൽ. ഈ ക്വിക്ക് മോഡിൽ നമുക്ക് ബുള്ളറ്റ് ടൈം എടുത്തിട്ട് കറക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് വേറെ ഒന്നും ഷൂട്ട് ചെയ്യാതെ കറക്റ്റ് ഔട്ട്പുട്ട് അപ്പോൾ തന്നെ കിട്ടും. മൊബൈലിൽ നമുക്ക് നമ്മളെ കൂടെ യാത്ര ചെയ്തവർക്കോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. എൻ്റെ കൂടെ യാത്ര ചെയ്തവർക്കൊക്കെ ഞാൻ ഇതുപോലെ ബുള്ളറ്റ് ടൈം എടുത്ത് അപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബുള്ളറ്റ് ടൈം യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ 8K 30 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് 4K 100 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലോ മോഷൻ ആക്കുകയും ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് നമുക്ക് ബുള്ളറ്റ് ടൈം വെച്ചിട്ട് ഷൂട്ട് ചെയ്യായിരിക്കും. അതാണ് ബുള്ളറ്റ് ടൈം എന്ന് പറഞ്ഞത്. അതുപോലെ ടൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്, ഭയങ്കര രസകരമായിട്ട്. ഞാൻ രാത്രി ആ സ്ട്രീറ്റിൽ കൂടെ വെറുതെ വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ ഇത് വെറുതെ ഇങ്ങനെ പിടിച്ചിട്ട് വാക്കിംഗ് സ്ട്രീറ്റിൽ കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് അവസാനം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു സൂപ്പറായിട്ടുള്ള ഒരു ടൈം ഷിഫ്റ്റിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ക്രിയേറ്റീവായിട്ട് നിങ്ങൾ സമയമൊക്കെ വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ ടൈം ലാപ്സും അതുപോലത്തെ ഷോട്ടുകളൊക്കെ ഭയങ്കര രസകരമായിട്ട് എടുക്കാൻ പറ്റിയുള്ളൊരു സിസ്റ്റമാണ്. പ്രത്യേകിച്ച് യാത്രയിലാകുമ്പോൾ നമ്മൾ ഒരുപാട് സമയം മെനക്കെടും. കാരണം യാത്ര ആസ്വദിക്കും വേണം, അതിൻ്റെ കൂടുതലുള്ള ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നടന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ട വീഡിയോസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ സിംഗിൾ ലെൻസ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. സിംഗിൾ ലെൻസ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻക്ക് നമുക്ക് മേലെ മാറ്റി കഴിഞ്ഞാൽ അതിലും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 4K നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. സിംഗിൾ ലെൻസ് മോഡിൽ 4K നമുക്ക് 30 ഫ്രെയിംസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു ആക്ഷൻ ക്യാമറ നമുക്ക് ഈ സ്പെറിക്കലൊന്നും വേണ്ട. നമുക്ക് നോർമലി നമുക്കൊരു സാധാരണ ഒരു ക്യാമറ നമ്മളെ ഷൂട്ട് ചെയ്യണ പോലെ എടുത്ത് പോയാൽ മതിയെങ്കിൽ ഇതുപോലെ പിടിച്ചിട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ ലെൻസ് മോഡിൽ രസകരമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓപ്ഷനാണ്. സിംഗിൾ ലെൻസ് മോഡിൽ നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. അതുപോലെ ഫ്രീ ഫ്രെയിം വീഡിയോ എന്ന് പറഞ്ഞിട്ട് സംഭവം വരുന്നുണ്ട്. അതിൽ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെർട്ടിക്കലും ഷൂട്ട് ചെയ്യും, ഹൊറിസോണ്ടലും ക്യാമറ ഷൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് സ്ക്രീന് കാണുന്നത് ഇതുപോലെ ആയിരിക്കും, വെർട്ടിക്കലും ഹൊറിസോണ്ടലും. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൊറിസോണ്ടൽ വീഡിയോ ആണ് വേണ്ടെങ്കിൽ നമുക്ക് ഹൊറിസോണ്ടൽ സെലക്ട് ചെയ്തിട്ട് ഔട്ട് എടുക്കാൻ പറ്റും. വെർട്ടിക്കലാണ് വേണ്ടതെങ്കിൽ നമുക്ക് വെർട്ടിക്കലും ഷൂട്ട് ചെയ്യാം. അതിനൊക്കെയുള്ള ഭയങ്കര സൗകര്യമായിട്ടുള്ള
ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ വേറൊരു മോഡാണ് ഇതിൽ വരുന്നത് മീ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ മീ മോഡ് ഇട്ടാനുള്ള സുഖം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ Insta360 ഇങ്ങനെ മീ മോഡിൽ ഇട്ട് വെച്ചിട്ട് നമ്മളിത് പിടിച്ചിട്ട് ഇങ്ങനെ നടന്നാൽ മതി. നമ്മൾ എങ്ങനെ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പിടിച്ചാലും ഫ്രെയിമിൽ നമ്മളുണ്ടാവും. ഫ്രെയിമിൽ നമ്മളുള്ള പോലെ ക്യാമറ ഇൻ്റലിജൻ്റ് ആയിട്ട്, ഇത് ശരിക്കും എഐയുടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ക്യാമറയാണ്. ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് ഏത് സൈഡിലേക്കും ബാക്കൊക്കെ പിടിച്ചാലും ഫ്രെയിമിൽ നമ്മളുണ്ടാവും. അങ്ങനെയാണ് മീ മോഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ സ്വന്തമായിട്ടുള്ള ഷൂട്ടൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ ട്രാക്ക് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തോളും. പിന്നെ അതിൽ തന്നെ നമുക്ക് ലൂപ്പ് മോഡ് വീണ്ടും വരുന്നുണ്ട്, ഫോട്ടോ വരുന്നുണ്ട്, വീഡിയോ, ഇതൊക്കെയാണ് സിംഗിൾ ലെൻസ് മോഡിൽ വരുന്നത്. ഇനി ഇതിൽ വേറെ ഓപ്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ഭാഗത്തേക്ക് ഇപ്പോൾ നമ്മൾ താഴെ നിന്ന് മേലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെറ്റിങ്സും നമ്മൾ ഫ്രെയിം റേറ്റും കാര്യങ്ങളും വീഡിയോ റെസൊല്യൂഷനൊക്കെ കിട്ടുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ മേലെ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സെറ്റിങ്സിലേക്കൊക്കെ പോകാം. സ്ക്രീനിൻ്റെ ലോക്ക് വേണോ, അതുപോലെ സ്ക്രീനിൻ്റെ ലൈറ്റ് എത്ര വേണം, ഇതിൻ്റെ മുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ ലെൻസ് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മേ ബി കല്ലും ചരലൊക്കെ തെറിക്കാനൊക്കെ സാധ്യത ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ബൈക്കിൻ്റെ മുകളിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ വീണ് പോയി കഴിഞ്ഞാൽ ലെൻസ് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്, കാരണം ഭയങ്കര പൈസ വരും. അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് വാങ്ങുന്ന കൂടുതൽ തന്നെ നമുക്ക് ഇതുപോലെ ലെൻസ് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ളൊരു കവറ് കിട്ടുന്നുണ്ട്. ഈ കവർ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാക്ക് അറിയാൻ പറ്റും അറ്റാച്ച് ചെയ്തെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് മോഡിൽ അതും കൂടെ കവർ ചെയ്തിട്ടുള്ള രീതിയിലാണ് വീഡിയോ നമുക്ക് ഔട്ട്പുട്ട് തരുന്നത്. അത് ഓട്ടോയിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ അത് പ്രീമിയം ലെൻസ് ഉണ്ട്, ഇതുപോലെ ഇതിപ്പോൾ സ്റ്റാൻഡേർഡ് ലെൻസാണ്. പ്രീമിയം ലെൻസ് കുറച്ചുകൂടി പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള നല്ല ഗ്ലാസിൻ്റെ കിട്ടും, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് സ്ക്രീൻ റീഡർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ എന്തൊക്കെ മെനുവിലോ 8K ആണോ 30 ആണെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ റീഡ് ചെയ്യും. എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും നമ്മളെ ജിജേഷിൻ്റെ പോലെ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ കണ്ണ് കാണാത്തവർക്കൊക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് സെറ്റിങ്സ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സ്ക്രീൻ റീഡർ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ പ്രോംപ്റ്റ് സൗണ്ട് നമുക്ക് ഓഫാക്കാനും ഓണാക്കാനും പറ്റും. പിന്നെ നമുക്കിതിൽ വരുന്നത് ജസ്റ്റർ കൺട്രോൾ ഉണ്ട്. അതായത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് വെച്ചാൽ നമുക്ക് കൈ കാണിച്ചു കൊടുത്തിട്ട് റെക്കോർഡിംഗ് ഓൺ ആക്കാം, റെക്കോർഡിംഗ് ഓഫ് ആക്കാനൊക്കെ പറ്റും. അതിനുള്ള കൺട്രോൾ നമുക്ക് ഓഫ് ആക്കാനുള്ള മോഡ് വരുന്നുണ്ട്. അതുപോലെ വോയിസ് ഓവർ ഉണ്ട്, സ്റ്റാർട്ട് റെക്കോർഡിംഗ്, സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഓൺ ആക്കാനും ഓഫ് ആക്കാനുണ്ട്. കാരണം ഞാൻ സാധാരണ അങ്ങനത്തെ സാധനങ്ങൾ ഇതുമാതിരി യൂസ് ചെയ്യാറില്ല. കാരണം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് തന്നെ അത് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ഓഫ് ആവാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഒരുപാട് സംസാരങ്ങൾ വരില്ലോ. നമ്മൾ ആപ്പിൾ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ സിറി ഉപയോഗിക്കണ പോലെ അത് ശരിയെന്ന് പറഞ്ഞാലും എന്നിട്ട് സാധനം വരും. അതുപോലത്തെ ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ പണിയാവും. അതുപോലെ ക്വിക്ക് ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ക്വിക്ക് ക്യാപ്ചർ ഇതിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ റെക്കോർഡ് ബട്ടൺ ഇവിടെ വരുന്നത്. അപ്പോൾ ഓൺ ചെയ്തിട്ട് റെക്കോർഡ് ബട്ടൺ അമർത്തിയതിന് പകരം നേരെ റെക്കോർഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഓൺ ആയിട്ട് റെക്കോർഡ് തുടങ്ങിക്കോളും. അപ്പോൾ നമ്മൾ റെക്കോർഡ് ഓൺ ചെയ്ത് പിന്നെ റെക്കോർഡ് അമർത്താൻ വരുന്ന ഒരു മറക്കുന്ന ബുദ്ധിമുട്ടുണ്ടാവില്ല. നേരെ നമുക്ക് റെക്കോർഡ് അമർത്തി കഴിഞ്ഞാൽ ഓൺ ചെയ്ത് റെക്കോർഡ് തുടങ്ങും. ഒന്നുകൂടെ അമർത്തി കഴിഞ്ഞാൽ റെക്കോർഡ് പിന്നെ നിർത്തി കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ പവർ ബട്ടണിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്വിക്ക് ക്യാപ്ചർ മോഡ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ഓപ്ഷനാണ്. ഞാൻ മിക്കവാറും അത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ടൈമർ ഉണ്ട്. നമുക്ക് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മേ ബി നമുക്ക് രാവിലെ ഇപ്പോൾ ഒരു സൂര്യൻ ഉദിക്കുന്ന ടൈം ലാപ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അത്രയും നേരത്തെ നമുക്ക് നീക്കാൻ മേ ബി നമുക്കറിയില്ല, രാവിലെ അലാറം അടിച്ചാൽ നമ്മൾ നീക്കുമെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്ത് വെച്ചാൽ അവിടെ പുറത്ത് കൊണ്ടുപോയി ശരിക്കും സെറ്റ് ചെയ്ത് വെച്ച് ടെറസിൻ്റെ മുകളിലോ സേഫായിട്ട് എവിടെ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ടൈമർ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 6 മണിക്കാണ് സൺറൈസ് എന്നുണ്ടെങ്കിൽ 5:15 മുതൽ 6:30 വരെ പിന്നെ എന്താ പറയുക ടൈം ലാപ്സ് റെക്കോർഡ് ചെയ്യണമെന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ സമയത്ത് ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ടൈം ലാപ്സ് റെക്കോർഡ് ചെയ്ത് കൊടുത്താലും നിങ്ങൾ ഉറക്കൊന്നും മുടങ്ങില്ല. സൂര്യനെ വെച്ചിട്ട് പതുക്കെ പോയിട്ട് സാധനം എടുത്ത് നോക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ വിന്നോയ്സ് കട്ട് വരുന്നുണ്ട്, സ്റ്റീരിയോ മോഡ്, അങ്ങനത്തെ മോഡുകളൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് അടുത്ത മോഡ് വരുന്നത് നമുക്ക് നമ്മളെ ഇതിൽ ഓഡിയോ നമുക്ക് ഞാൻ പറഞ്ഞു നേരിട്ട് നമുക്ക് USB കൊടുത്തിട്ട് ഓഡിയോ ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കൊടുത്ത അത്ര ക്വാളിറ്റി ഉണ്ടാവില്ലെങ്കിലും നമുക്ക് ബ്ലൂടൂത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതിൽ റെക്കോർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ അത് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ പാരാഗ്ലൈഡിങ്ങിലൊക്കെ പറക്കുന്ന സമയത്ത് നമുക്ക് വിന്നോയ്സും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ഊക്കി വിളിക്കും പല ഉണ്ടാക്കുന്ന സൗണ്ട് ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ട് അതിൽ കേൾക്കില്ല. കാരണം ഇത് കൊടുക്കുന്നത് 1.5 മീറ്റർ ദൂരം ആയതുകൊണ്ടും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ബ്ലൂടൂത്ത് ഡിവൈസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കേൾക്കും തോന്നുന്നുണ്ട്. അതുപോലെ റിമോട്ട് നമുക്കിതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ, കസ്റ്റം ഓപ്ഷൻസ്, ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെയും സെറ്റിങ്സിൽ പോയാൽ ക്യാമറ ഇൻഫോ, SD കാർഡ് നമുക്ക് ഫോർമാറ്റ് ചെയ്യണമെങ്കിലോ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് അത്യാവശ്യം V60 ഒക്കെ സ്പീഡുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡുള്ള SD കാർഡുകളാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. കാരണം 8K ആണ് റെക്കോർഡ് ആവുന്നത്. അപ്പോൾ ഇതിൽ കമ്പനി പറഞ്ഞിട്ടുണ്ട് അവർ റെക്കമെൻഡ് ചെയ്യണം എന്താണെന്നുള്ളത്. ആ റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള SD കാർഡ് വാങ്ങിയിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ നമ്മൾ ഇവിടുന്ന്
ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെടുത്ത വീഡിയോ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് ഒന്നൊന്നായിട്ട് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മേലേക്കും താഴേക്കും ആയി കഴിഞ്ഞാൽ അടുത്തടുത്തത് വരും. അതല്ല നമുക്ക് മൊത്തം കാണുന്നുണ്ടെങ്കിൽ മേലെ അമർത്തി കഴിഞ്ഞാൽ കള്ളിയായിട്ട് നമുക്ക് വന്നിട്ട് എന്താ പറയുക ഒരു പ്രിവ്യൂ പോലെ കാണാനും പറ്റും. അങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. അതുപോലെ സൈഡിൽ നിന്ന് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇതുവരും ഒരു ഓട്ടോമാറ്റിക് ക്യാമറ ആയിട്ടല്ല വർക്ക് ചെയ്യണത്. ഇപ്പോൾ രാത്രി ഞാൻ സ്ട്രീറ്റിൽ നടക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഷട്ടർ സ്പീഡ് ശരിയായില്ലെങ്കിൽ ഫ്ലിക്കറിങ് വരും, ലൈറ്റിൻ്റെ ഫ്ലിക്കറിങ് വരും. അപ്പോൾ ഷട്ടർ സ്പീഡ് 50-ൽ കറക്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഞാനിത് ഉപയോഗിച്ചിരുന്നത് മാനുവൽ മോഡൽ. അപ്പോൾ നമുക്ക് ഷട്ടർ സ്പീഡ് ISO കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് നമ്മളൊരു മാളിൻ്റെ ഉള്ളിലൊക്കെ നടക്കുന്ന വീഡിയോ ഉണ്ട്, രാത്രി ലോ ലൈറ്റിൽ മാളിൻ്റെ ഉള്ളിലാണ് നടക്കുന്നത്. ഈ രാത്രിയുള്ള യൂസിന് ഇത് 8K അവർ റെക്കമെൻഡ് ചെയ്യുന്നില്ല. രാത്രി ലൈറ്റ് ലോ ലൈറ്റിലൊക്കെ ആണെങ്കിൽ 5.7Kയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. കഴിയുന്നതും സ്റ്റെബിലൈസേഷൻ ഓഫ് ആക്കിയിട്ടാണ് നല്ലത്. എന്നിട്ട് സൂക്ഷിച്ച് പതുക്കെ നടക്കുകയായിരിക്കും നല്ലത്. കാരണം സ്റ്റെബിലൈസേഷൻ ഓൺ ആകുമ്പോൾ ചെറുതായിട്ട് ലൈറ്റിൻ്റെ ഫ്ലിക്കറിങ് ഞാനിപ്പോൾ ഈ മോളിൽ നിന്ന് എടുത്ത വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ പുറത്തൊക്കെ പോയെടുത്ത വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ലോ ലൈറ്റിൽ ആക്ഷൻ ക്യാമറ ഈ Insta360 മാത്രമല്ല, ആക്ഷൻ ക്യാമറകളൊന്നും ലോ ലൈറ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്യില്ല. അത് ആരും റെക്കമെൻഡ് ചെയ്യണമില്ല. ഏറ്റവും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സമയത്ത് ആക്ഷനും ട്രാവലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ എന്നിട്ട് ഞാൻ സ്ട്രീറ്റിൽ നിന്നൊക്കെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നടന്നിട്ടും ചെറിയൊരു ഫ്ലിക്കറിങ് ഉണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. ലോ ലൈറ്റിന് ഒരിക്കലും ഈ Insta360 അതുപോലെ ആക്ഷൻ ക്യാമറകൾ ഒന്നും ലോ ലൈറ്റിന് റെക്കമെൻഡബിൾ അല്ല. അപ്പോൾ അങ്ങനെ നമുക്ക് മാനുവലി കംപ്ലീറ്റ് യൂസ് ചെയ്യാൻ പറ്റും. മാനുവൽ മോഡിലേക്ക് പോയിട്ട് കംപ്ലീറ്റ് സാധനങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് Insta360 ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് വൈഫൈയുമായിട്ട് കണക്റ്റ് ആകും. ഒരു പ്രാവശ്യം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് വൈഫൈയുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലുള്ള വീഡിയോസ്, ഇതിൻ്റെ പ്രോക്സി വീഡിയോ മാത്രം ഇതിൽ വരുള്ളൂ, മൊത്തം ഡൗൺലോഡ് ആവില്ല. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് ഔട്ട് എടുത്തിട്ട് നമുക്ക് നമ്മളെ ക്യാമറയിലോ ഫോണിലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനൊക്കെ യൂസ് ചെയ്യാനും പറ്റും. ആ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ആപ്പ് എടുക്കുക, കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീനൊക്കെ ഒന്ന് ഓഫ് ആവും. കാരണം സ്ക്രീൻ നമുക്കിവിടെ കാണാവുന്നതുകൊണ്ട് തന്നെ ഓഫ് ആവും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ആണ് നമുക്ക് കാണുന്നതെങ്കിൽ ഇതെടുത്ത വീഡിയോ നമുക്കിതിൽ കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇതിൽ വരുന്ന വീഡിയോ എന്താണെന്നുള്ളത് നമുക്കിതിൽ കാണാൻ പറ്റും. അങ്ങനെ വീഡിയോ ആണ് റെക്കോർഡിങ് കൊടുക്കാം, ഫോട്ടോ എടുക്കാൻ പറ്റും, ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ പുറമെ നമുക്കിതിൽ എഡിറ്റിങ്ങിൽ പോയിട്ട് ആൽബം എടുത്ത് കഴിഞ്ഞാൽ ആൽബത്തിലുള്ള വീഡിയോസൊക്കെ നമുക്കിങ്ങനെ ആൽബം വരും. ആ ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ബുള്ളറ്റ് ടൈമാണോ എന്താണ് വേണ്ടത് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിന് എഡിറ്റ് ചെയ്ത് നമുക്ക് ഫോണിൽ തന്നെ ഔട്ട് എടുത്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യം, ലൈവ് പോകാനുള്ള അവസരങ്ങളും സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ Insta360 ആപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഞാൻ പല വീഡിയോകളും കാണിക്കുന്നുണ്ട്. അതുപോലെ ഡ്രോൺ ഷോട്ട്, അതായത് നമ്മളെ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ ഞാൻ പോയിരുന്നു. ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ പോയിട്ട് ഡ്രോൺ ഷോട്ട് പോലത്തെ കുറേ ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പതുക്കെ ഇത് 3 മീറ്റർ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പതുക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് മേലേക്ക് പോയി അതുപോലെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്യരുത്. ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പതുക്കെ ചെയ്തിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ പോണ പോലുള്ള ഡ്രോൺ ഷോട്ടുകൾ കംപ്ലീറ്റ് ഞാൻ ഇത് വെച്ച് ചെയ്തതാണ്. കാരണം നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഡ്രോൺ കൊണ്ടുപോകാൻ പറ്റില്ല, രജിസ്ട്രേഷൻ്റെ പ്രശ്നം. അതുപോലെ ഇപ്പോൾ തായ്ലാൻഡിലൊക്കെ ആണെങ്കിൽ 250 ഗ്രാമുള്ള ഡ്രോണ് പോലും നമ്മളവിടെ പോയിട്ട് രജിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ പോലീസ് ചെയ്ത് കാണുമ്പോൾ ചോദിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് പൈസ കിട്ടാനുള്ള വലിയൊരു മാർഗ്ഗം ആയതുകൊണ്ട് തന്നെ ആ പേപ്പറൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ വെച്ചാൽ 3 മീറ്ററിൻ്റെ ഒരു സ്റ്റിക്ക് കൂടി എടുത്തു കഴിഞ്ഞാൽ ഡ്രോൺ മിക്കവാറും നല്ല ഡ്രോൺ ഷോട്ട് പോലത്തെ എഫക്റ്റുകളൊക്കെ ഈ വീഡിയോയിൽ കാണുന്ന പോലെയൊക്കെ നമുക്ക് ആ ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റിലുണ്ടായ സാധനങ്ങളും അവിടെ ആ സ്ട്രിപ്പ് വരുന്നതും അവിടെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഭയങ്കര രസമാണ്. കാരണം കുറച്ച് സ്ഥലത്ത് തന്നെ വെള്ളം കെട്ടി നിർത്തിയിട്ട് ഒരു മാർക്കറ്റ് പോലെ ഉണ്ടാക്കിയെന്ന് അവിടെയൊക്കെ ഫുഡ് ചിലവാകുന്നുണ്ട്, ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് അതിൽ കൂടെ അവിടുത്തെ ആ കലാകാരന്മാർ ഓരോ ഡാൻസും പരിപാടിയൊക്കെ ആയിട്ട് അതിൽ കൂടി ഇങ്ങനെ പോണതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെ ചെയ്യുന്നത്. അതുപോലെ അവിടുത്തെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വെക്കുന്നുണ്ട്. ക്ലീൻ ആയിട്ടുള്ള സിറ്റിയൊക്കെയാണ്. ഏപ്രിൽ 22-ാം തീയതി നമ്മൾ തായ്ലാൻഡിലേക്ക് ഐഷൂട്ട് ഫോട്ടോഗ്രാഫി നയിക്കുന്ന ഫോട്ടോഗ്രാഫി ട്രിപ്പ് പോകുന്നുണ്ട്. താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. 57,000 റുപ്യാണ് വിത്ത് എല്ലാ ഫുഡ് ആൻഡ് ടിക്കറ്റ്സും അതുപോലെ ഫ്ലൈറ്റും ഒക്കെയുള്ള ചിലവ് വരുന്നത്. നമുക്ക് അടിപൊളിയായിട്ട് പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് സേഫായിട്ട് പോയി പോരാം. നിങ്ങൾക്ക് എന്തെങ്കിലും പർച്ചേസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റും. പലപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്, ടാക്സൊക്കെ കുറവായതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇത് എഡിറ്റ് ചെയ്യുന്ന മറ്റ് വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഓരോ വീഡിയോ എടുത്ത് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്ത് ഔട്ട് എടുക്കുക എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എനിക്ക് പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊച്ചി, കോഴിക്കോട് ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്യും. കൊച്ചിയിൽ ഇപ്പോൾ മാർച്ച് 12-ന് 10-നോട് കൂടിയിട്ട് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഡ്രോണൊക്കെ A3S ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.